ഒരു ദിവസം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവരൊരു വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം വനിതയാണ്. പക്ഷേ അവർക്ക് ഇദാ മത്താഹ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് അവർക്ക് ഇദാ മത്താഹിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ പക്ഷേ ഒരുപാട് മുസ്ലിം വനിതകൾ വിവാഹമോചിതരായിട്ടുള്ളവർ ഇദാ മത്താഹിനെ കുറിച്ച് അറിവില്ലാതെ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ അവകാശത്തെക്കുറിച്ച് അറിവില്ലാതെ പോയിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നി. അപ്പം ഇദാ മത്താഹിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അതായത് 1986 വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് വിവാഹമോചിതയായിട്ടുള്ള ഒരു മുസ്ലിം വനിതയ്ക്ക് ഇദ്ദ കാലയളവിലും അതിനുശേഷം അവരുടെ ജീവിതം നിഷ്പ്രയാസം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഭർത്താവിൽ നിന്നും ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് അവരുടെ ജീവിതകാലത്ത് അവർക്ക് പ്രയാസം കൂടാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താവിൽ നിന്നും ഒരു ഫിക്സ്ഡ് എമൗണ്ട് അവർക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ആ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അതൊരു ന്യായമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അത് ഭർത്താവിൻ്റെ സാമ്പത്തിക സാഹചര്യം, അതുപോലെ ഭർത്താവിൻ്റെ ജോലി, അതുപോലെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇവർ വിവാഹമോചനത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതും, വിവാഹബന്ധത്തിൽ കഴിയുമ്പോൾ ഈ സ്ത്രീ എന്തുമാത്രം ട്രോമകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതും, ഈ സ്ത്രീക്ക് ഒരു പുനർവിവാഹത്തിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ ഒരു ഇദാ മത്താഹൊക്കെ കണക്കാക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇങ്ങനെയുള്ള ഒരു വിവാഹമോചിതയായിട്ടുള്ള ഒരു മുസ്ലിം വനിതയ്ക്ക് ഇദാ മത്താഹ് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്, ഈ ഒരു 3-ാം വകുപ്പ് പ്രകാരം, ഈ ഒരു 1986 നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ അവർക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോടതിയാണ് അവിടെ ആ ഒരു എമൗണ്ട് എത്രത്തോളമാണ് എന്നുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് അതിലൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇദാ മത്താഹ് എല്ലാവരുടെ കേസിലും ഒരേ എമൗണ്ട് ആയിരിക്കില്ല. അതായത് ഒരു വ്യത്യസ്ത എമൗണ്ട് ആയിരിക്കും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമായിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഭർത്താവിൻ്റെ ജോലി, സാമ്പത്തിക സാഹചര്യം, ഭാര്യയ്ക്കുണ്ടായ ട്രോമ, ഭാര്യയ്ക്ക് പുനർവിവാഹം ചെയ്യാനുള്ള സാധ്യതകൾ, ഇതൊക്കെ ഓരോ കേസിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കേണ്ട, ഓരോ വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം വനിതകൾക്കും ലഭിക്കേണ്ട ഇദാ മത്താഹിലും വ്യത്യാസമുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത് ഏതൊരു സമയത്തും ഇത് ലഭിക്കാത്ത സ്ത്രീകൾക്ക് ഇത് ഭർത്താവിൽ നിന്നും ഏത് സമയത്തും ചോദിച്ചു വാങ്ങാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് ഇദാ മത്താഹിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്